2017 നിമിഷപ്രിയ യമനിൽ കൊലപാതകം നടത്തുകയും അന്ന് മുതൽ അവരെ ശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ കിടക്കുകയുമായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അന്ന് മുതലുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും എംപിമാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നടത്താവുന്നതിൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്തി. കാരണം അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ അത് ഇന്ന് നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു പ്രസിദ്ധ സൂഫി പണ്ഡിതനായ യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷേഖ് ഹബീബ് ഉമറിൻ്റെ ഒരു പരിചയക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പരിചയം ഉണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഷെയ്ഖിനെ ആയിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം അവിടെ ഒരു ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഇന്ന് വളരെ നേരം നീണ്ടുനിന്ന ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവിടുത്തെ സർക്കാർ പ്രതിനിധിയുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, പിന്നെ ഈ അന്ന് കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അനുജനുമുണ്ട്. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. കാരണം കുടുംബത്തിൽ ഒരാളുമായിട്ട് സംസാരിക്കാൻ ഇന്ന് വരെ ഒരു അവസരം ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതും നമ്മുടെ കാന്തപുരം മുസ്ലിയാർക്ക് അതിന് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തുവായാലും അവർ മറ്റൊന്നും ചെയ്യാനില്ല. ഈ ഒരു 8.6 കോടി രൂപ പണമാണ് ഇത് അവർ വാങ്ങിയെങ്കിൽ മാത്രമേ, വാങ്ങിക്കാൻ ആ കുടുംബം സമ്മതിച്ചെങ്കിൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുകയുള്ളൂ. നിമിഷപ്രിയയുടെ അവരത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വധശിക്ഷയുടെ ഡേറ്റ് മാറ്റി കിട്ടും. ഡേറ്റെങ്കിലും മാറ്റി കിട്ടിയാൽ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു സാവധാനമുണ്ട്. ബാക്കിയെല്ലാം പയ്യെ അവരുടെ മോചനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് ശുഭപ്രതീക്ഷ വെക്കാം. എന്തുവാന്ന് കണ്ടറിയേണ്ടതുണ്ട്. നമുക്ക് നോക്കാം.